ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ പൊന്നു വന്ന അച്ചാച്ചൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുകയും അച്ഛൻ്റെ വിരൽ പതുക്കെ ചലിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. വലിയൊരു മാറ്റം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുക കേട്ടോ. പൊന്നുവാണെങ്കിൽ അച്ചാച്ചൻ്റെ അസുഖം വേഗം ദൈവം മാറ്റി തരുമെന്നും പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്ക് നേഴ്സ് വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുക. അങ്ങനെ കുഞ്ഞ് വിഷമത്തോടെ ഇറങ്ങി പോകുമ്പോൾ ആ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് സൂര്യ അവിടെ കിടക്കുവാണ്. പക്ഷെ സൂര്യയ്ക്ക് ഒരുപാട് മാറ്റങ്ങളും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു നിസ്സാര സമയം കൊണ്ട്. അത് കഴിഞ്ഞ് പുറത്ത് ജാനകിയും അതുപോലെ തന്നെ അഭിയും കൂടി കുഞ്ഞിനെ നോക്കിയിരിക്കുക. അപ്പോൾ പൊന്നു ചെന്നപ്പോൾ പൊന്നു അച്ചാച്ചനെ കണ്ടോ എന്ന് ചോദിച്ചു ജാനകി. കണ്ടല്ലോ എന്ന് പറഞ്ഞു. അച്ചാച്ചൻ പൊന്നിനോട് എന്താ പറഞ്ഞതെന്ന് അന്നേരം അഭി ചോദിച്ചു. അച്ചാച്ചനെ എഴുന്നേറ്റിരിക്കാൻ വയ്യ അച്ചാ, അച്ചാച്ചൻ്റെ നെറ്റിയിൽ ഞാൻ ചന്ദനം തൊട്ട് കൊടുത്തു എന്ന കാര്യമൊക്കെ അങ്ങനെ പൊന്നു പറഞ്ഞു. ഇനി അച്ചാച്ചനെ എഴുന്നേക്കാൻ പറ്റില്ലേ അച്ഛാ എന്നൊക്കെ പൊന്നു അങ്ങനെ അഭിയോട് ചോദിക്കുകയാണ്. അപ്പം അതൊക്കെ കേട്ടപ്പോഴേക്കും ജാനകിക്കും അഭിക്കും ആകെ സങ്കടമായി. പൊന്നു അച്ചാച്ചൻ ഉമ്മ കൊടുത്തപ്പോഴേ അച്ചാച്ചൻ പൊന്നുവിനെ തൊട്ടതുപോലും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അച്ചാച്ചൻ ഇപ്പോൾ അനങ്ങാൻ പറ്റാത്തത് കൊണ്ടല്ലേ മോളെ എന്ന് അഭി എന്തായാലും ചോദിച്ചു. അല്ലെങ്കിൽ പൊന്നുവിനെ കെട്ടിപ്പിടിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു. ഇനിയും പൊന്നു അച്ചാച്ചനെ കാണാനായിട്ട് വരുമെന്നും പറഞ്ഞ് ഇവരിയ്ക്കുമ്പോഴാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഡോക്ടർ ഇറങ്ങി വന്നപ്പോൾ പൊന്നു അച്ചാച്ചനെ കണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. പൊന്നുവിന് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. പൊന്നുവിനെ കണ്ടപ്പോഴേ അച്ചാച്ചനും സന്തോഷമായെന്ന് പൊന്നുവും ഡോക്ടറോട് പറയാം. എല്ലാം മാറി നിന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്നും അച്ചാച്ചൻ്റെയും കൊച്ചുമോളുടെയും പ്രൈവസി കളയണ്ടെന്ന് കരുതി ഞാൻ അടുത്തേക്ക് ചെന്നില്ലെന്നേ ഉള്ളെന്ന് ഡോക്ടർ അന്നേരം പറയുക ഇവരോട് രണ്ടുപേരോടുമായിട്ടും. പ്രിയപ്പെട്ടവരെ കണ്ടു കഴിഞ്ഞാലേ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞതേ 100% സത്യമാണ്. പൊന്നു അടുത്തുണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യായിരുന്നു എന്നും അദ്ദേഹത്തിന് നല്ലൊരു മാറ്റം ഉണ്ടെന്നും പറഞ്ഞു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വല്ല വകയുണ്ടോ ഡോക്ടർ എന്ന് അഭി ചോദിച്ചപ്പോൾ അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ അഭി? എല്ലാവരും വന്ന് അദ്ദേഹത്തിനെ കാണട്ടെ, പൊന്നു കൊടുത്ത തിരുനാളം അണയാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യം ഡോക്ടർ പറഞ്ഞു. ഇന്നോടെ കഴിഞ്ഞിട്ട് നാളെ ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റാമെന്നും പറഞ്ഞു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഒക്കെ പറഞ്ഞു. ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഊഹിക്കാനാവുന്നതാണെന്നും എനിക്കിത് മനസ്സിലാകുമെന്നും പറയുക. അബ്രഹാമിൻ്റെ ഫാമിലിയെ പറ്റി കേട്ടോ ഞാൻ പറഞ്ഞത്. എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിലും അബ്രഹാം അമ്മയെ കൂട്ടിക്കൊണ്ട് വരണമെന്ന കാര്യം ഡോക്ടർ പറയുക അബ്രഹാമിനോട്. പക്ഷെ അത് നടക്കില്ലെന്ന് ഇവർക്കല്ലേ അറിയത്തുള്ളൂ. ശരി ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ മോളും ഇടിക്കുക കേട്ടോ, മുതിർന്നവരെക്കാളും നന്മയുള്ളവരാ കുട്ടികൾ. പിന്നെ ശരി ഓക്കെ എന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോയി. ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പം പൊന്നും അമ്മയും അച്ഛനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ആരോടും പറയാതെ പൊന്നു പുറത്തേക്ക് പോകരുത് കേട്ടോ എന്ന് ഇവർ പറഞ്ഞു. ഇപ്പം അച്ഛൻ ക്ഷമിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പൊന്നു ഭയങ്കര ചിരി. അയ്യടാ നിന്റെ ചിരി ഒന്നും ഇങ്ങോട്ട് കാണിക്കേണ്ട, നടക്ക് ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് പോയി. അച്ഛന് രാത്രിയൊക്കെ കൊടുത്തു ഇങ്ങനെ പോവുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് തമ്പിയെയും ഉണ്ണിത്താനെയുമാണ്. രണ്ടെണ്ണങ്ങളും കൂടെ പ്ലാൻ ഒരുക്കാൻ തുടങ്ങി. ദേ ഇനിയിപ്പോൾ സൂര്യയുടെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഡൗട്ടൊന്നും ഇല്ല തമ്പി. ഡോക്ടർ സക്കറിയ എൻ്റെ ഒരു ക്ലയൻ്റ് ആണെന്നും പിന്നെ ഈ ജന്മം സൂര്യനാരായണൻ ഏറ്റിരിക്കാൻ പോലും കഴിയത്തില്ലെന്നുള്ള കാര്യവും പറയുക വക്കീല്. ഇത്തരം കേസുകളിൽ വർഷങ്ങളോളം ഇതേപോലെ കിടക്കുന്നവരും ഉണ്ടെന്ന് പറഞ്ഞു. ചെയ്തു കൂട്ടത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ അച്ഛൻ അത്രയും പെട്ടെന്നൊന്നും പോകില്ലെന്നാണ് സൂര്യയുടെ ഒരു മകൻ തന്നെ പറയുന്നത്. അപ്പോൾ അയാൾ ആ കിടപ്പ് തന്നെ ഇവിടെ കിടന്നോട്ടെ, അച്ഛനെ നോക്കാൻ വേണ്ടി മൂത്ത മകനുണ്ടല്ലോ, മറ്റുള്ള മക്കൾക്ക് അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകത്തില്ലേ എന്ന് ഉണ്ണിത്താൻ ചോദിക്കുവാണ്. അതിനാദ്യം വേണ്ടത് സ്വത്ത് ഭാഗം വെച്ച് കൊടുക്കുക എന്നുള്ളതാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരിയാണ് തമ്പിയും. അല്ലാതെ ഈ സ്വത്ത് തലയണയ്ക്കിടയിലേക്ക് തിരികെ വെച്ച് കിടന്നാലേ ചാവാനൊന്നും പോകുന്നില്ല, ഒഴിയില്ല എന്നുള്ള മട്ടിൽ കിടക്കുന്നുണ്ട്. നാളെ എത്രയായെന്ന് ചോദിക്കണു ഇയാളെ. അല്ല അയാൾ ഇനി മരിക്കുന്നത് വരെ കാത്തിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കാത്തിരിക്കേണ്ടി വരും വക്കീലെ, കാത്തിരുന്നേ പറ്റുമെന്ന് പറഞ്ഞു തമ്പി. അപ്പം നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടണം. തമ്പി കൂടി വന്ന നമുക്ക് ചെന്ന് പ്രഭാവതിയെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കാമെന്നും പറഞ്ഞു. പ്രഭാവതിയോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് എൻ്റെ പൊന്നു വക്കീലെ? ഒരു കാര്യവും ഇല്ല. പ്രഭാവതി ഇതേ ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് സൂര്യ നെഞ്ചും പൊത്തിപ്പിടിച്ച് വീണത്. തന്ത്രത്തിൽ നിൽക്കാൻ അന്നും ഇന്നും പ്രഭാവതിക്ക് അറിയത്തില്ല. അതിൻ്റെ കുഴപ്പങ്ങളായതൊക്കെ. സൂര്യയുടെ കൂടെ ഹോസ്പിറ്റലിൽ ചെന്ന് നിൽക്കാൻ പ്രഭാവതി മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ അച്ഛൻ തങ്ങളുടേതു മാത്രമാണെന്നുള്ള അഭിയുടെയും ജാനകിയുടെയും ധാരണയൊക്കെ തിരുത്തി കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. സൂര്യയ്ക്ക് പ്രഭാവതിയിലുള്ള മുഴുവൻ വിശ്വാസവും നഷ്ടപ്പെട്ടു പോയില്ലേ എന്നും തമ്പി ചോദിക്കുക. സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യം വക്കീല് തൽക്കാലം വിട്ടുകളയുന്നതാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ ഉണ്ണിത്താനോട് പറയും. ഉണ്ണിത്താൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു കേട്ടോ. എന്നാലും എൻ്റെ വക്കീല്, എൻ്റെ സംശയം മറ്റൊന്നാ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ സ്വത്തിൻ്റെ കാര്യത്തിലേ വല്ല അന്തർനാടകവും നടക്കുന്നുണ്ടോ എന്നുള്ളതാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ണിത്താൻ ഇങ്ങനെ ആലോചിക്കോ ഉണ്ടോ? അല്ല ആ സൂര്യയുടെ വക്കീലുണ്ടല്ലോ ആ സക്കീർ ഹുസൈൻ, അയാൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നു പോകുന്നതായിട്ട് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ബിൽപത്രമാണോ തമ്പി ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പം അതേന്ന് അത് തന്നെയാണെന്നേ.
അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സൂര്യ ആരും വിശ്വസിക്കാൻ നിൽക്കേണ്ട. മൂന്നാറിലും മോനും മരുമോൾക്കും എസ്റ്റേറ്റ് എഴുതി വെച്ചിട്ട് അത് പുറംലോകം അറിയാൻ 5 വർഷമാണ് എടുത്തത്. വക്കീലിന് അതൊക്കെ അറിയാവുന്നതല്ലേ. കാര്യങ്ങൾ കൂടുതൽ കുരുക്കിലേക്കാണല്ലോ തമ്പി പോകുന്നതെന്ന് ഉണ്ണിത്താൻ അത് കേട്ടപ്പോൾ ചോദിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ വഴി ഒന്നേ ഉള്ളൂ വക്കീലേ. അതെന്ത് വഴിയാ തമ്പി? മരണം വരുന്നതും കാത്തു നിൽക്കാതെ സൂര്യനാരായണനെ അങ്ങ് തീർത്ത് കളയുക എന്നുള്ളത്. അപ്പോഴേക്കും ഉണ്ണിത്താൻ ഒന്ന് ഞെട്ടി. തമ്പി ഇത് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഈ കാര്യം അജയോട് സൂചിപ്പിച്ചതാണെന്നും അവന് മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത് എന്ന കാര്യം പറഞ്ഞപ്പോൾ ഐസിയുയിൽ കയറി സൂര്യ തീർക്കാൻ അത്ര പെട്ടെന്നൊന്നും പറ്റുന്ന കാര്യമല്ല തമ്പി എന്ന് നേരം ഉണ്ണിത്താൻ പറഞ്ഞു. വേണമെന്ന് വെച്ചാൽ എവിടെ വെച്ചും എന്തും നടക്കുമെന്ന കാര്യവും തമ്പി ഇങ്ങനെ പറയുന്നു. അത് വേണോ എന്നുള്ള തീരുമാനം ആദ്യം മനസ്സിൽ ഉറയ്ക്കണമെന്നുള്ളത് മാത്രമാണ് അജണ്ട എന്നും ഈ തമ്പി ഉണ്ണിത്താനോട് പറയുക. എൻ്റെ മരുമോൻ്റെ കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട, അതിൻ്റെ ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ മരുമകനാണെന്നും അജയ്ക്ക് മാത്രമാണെന്ന കാര്യവും ഇങ്ങനെ ഈ തമ്പി പറയണം. അങ്ങനെ വക്കീലൊന്ന് ആലോചിച്ച് നോക്കാനും കൂടെ പറഞ്ഞു കൊടുക്കണം. എന്തിനും തമ്പി കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞ് തമ്പി പറഞ്ഞേച്ച് അവിടുന്ന് പോയി ഉണ്ണിത്താനെ ഭയങ്കര ധർമ്മസങ്കടത്തിലാക്കിയിട്ട് ഉണ്ണിത്താൻ പിന്നെ ആലോചനയായിട്ട് നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നത്തെ നമ്മുടെ അളകാപുരിയിലേക്ക് ജാനകിയും അതുപോലെ പൊന്നും കൂടെ വന്നപ്പോഴത്തേക്ക് ലച്ചു ഓടി ഇറങ്ങി ചെന്നു. എവിടെയായിരുന്നു പൊന്നു? ഞങ്ങളെയൊക്കെ തീറ്റിച്ച് കളഞ്ഞല്ലോ എന്നും പറഞ്ഞു. നിനക്കെന്താ അമ്പലത്തിൽ പോകണമെന്ന് എന്നോട് പറഞ്ഞാൽ നിന്റെ കൂടെ ഞാനും വരില്ലായിരുന്നു എന്ന് ലച്ചു ചോദിച്ചു കേട്ടോ. അപ്പോൾ അവൾക്കത് പോരല്ലോ, എല്ലാവരെയും ടെൻഷൻ അടിപ്പിക്കണ്ടേ എന്ന് ജാനകി ചോദിക്കുക. അപ്പം നമ്മൾ രണ്ടുപേരും അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ആരും സമ്മതിക്കില്ലേ ലച്ചു ചെറിയമ്മേ, അതുകൊണ്ടല്ലേ ഞാൻ ഒറ്റയ്ക്ക് പോയതെന്നൊക്കെ ചോദിച്ചു. എന്തായാലും പൊന്നു ചെന്നതുകൊണ്ട് അച്ഛൻ്റെ കണ്ടീഷനിൽ ഒരുപാട് മാറ്റം വന്നെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് ജാനകി ഇങ്ങനെ നമ്മുടെ ലച്ചുവിനോട് പറഞ്ഞപ്പോൾ അത് പൊന്നു പ്രാർത്ഥിച്ചിട്ടാ അമ്മേ എന്ന് പൊന്നു പറയാട്ടോ. അപ്പം ഞങ്ങൾ സമ്മതിച്ച് തന്നല്ലോ, ഇങ്ങോട്ടെന്നും പറഞ്ഞു കുഞ്ഞിനെയും കൂട്ടി ഇവരകത്തേക്ക് ചെല്ലുന്നു. അപ്പം ലച്ചുവും പൊന്നും കൂടെ അകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും മുത്തച്ചി എന്ന് പറഞ്ഞാൽ മുതൽ ഇങ്ങ് ഇറങ്ങി വരിക. എന്നിട്ട് കൊച്ചിനെ ഇങ്ങനെ നോക്കിയിട്ട് കാണാതെ പോയ മോളെ കൊണ്ടുവന്നല്ലോ എന്നും പറഞ്ഞ് നിൽക്കുക. ഇനിയൊരു കുറേ കഥകൾ കേൾക്കാവല്ലോ എന്ന് പറയുമ്പോൾ അമ്മയെ കൊണ്ടു ചെന്ന് അച്ഛനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു എന്ന് ജാനകി ഈ പ്രഭാവതിയോട് പറയുമ്പോൾ ഇനി അതുകൂടി ഉള്ളെന്ന് മനസ്സിൽ പറയുക പ്രഭാവതി. അപ്പോൾ ഡോക്ടർ അത് പറയണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകുമോ നമുക്ക് അറിയില്ലേ എന്ന് ജാനകി പ്രഭാവതിയോട് ചോദിക്കുക കേട്ടോ. പ്രഭാവതി ഇങ്ങനെ വല്ലതും ഓർമ്മ പിടിച്ചിങ്ങനെ നിൽക്കുക. അന്നേരം അമ്മ വരാത്തത് എന്താണെന്നൊക്കെ വരുന്നവരെല്ലാം ചോദിക്കുന്നുണ്ടെന്നും ജാനകി പറഞ്ഞു. എന്തു മറുപടി പറയണമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ ജാനകി പറയുമ്പോൾ പുച്ഛിച്ച് ചിരിക്കുവാണ് ജാനകി. ഒരു തവണയെങ്കിലും അമ്മ വന്ന് അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോയാൽ അച്ഛൻ അതുകൊണ്ട് വലിയ മാറ്റം തന്നെ ഉണ്ടാകും അമ്മേ ചോദിക്കുന്നവരോട് പറയാനും ഒരു മറുപടി ആവില്ലേ അമ്മയെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്നവരോട് പ്രഭാവതി മരിച്ചു പോയെന്ന് പറഞ്ഞേക്കാൻ പ്രഭാവതി അന്നേരം പറയുക ജാനകിയോട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത് പറയാം, ഞങ്ങൾക്കത് പറയാൻ കഴിയത്തില്ലല്ലോ എന്ന് ജാനകി അന്നേരം പറഞ്ഞു. ഇനി അമ്മയുടെ ഇഷ്ടം, ഞാൻ പറയാനുള്ള പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജാനകി പോകുമ്പോൾ സൂര്യ ഐസിയിൽ നിന്ന് മാറ്റാറായോ എന്ന് ചോദിച്ചു ഈ മുത്തശ്ശി ജാനകിയോട്. ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുത്താൻ പല വഴിയും നോക്കിയിട്ട് കഴിയാതെ വന്നപ്പോഴാണ് ഡോക്ടർ കാണാൻ പറഞ്ഞു എന്ന് പറയുന്നതെന്ന കാര്യം പ്രഭാവതി പറഞ്ഞപ്പം ആരെന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇനി നീ ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കരുതെന്ന് മുത്തശ്ശി പ്രഭാവതിയോട് പറയുന്നു. സൂര്യൻ നിന്നോട് വിശ്വാസവഞ്ചന കാണിച്ചെന്നോ അവൻ്റെ മോനെ നീ വളർത്തിയെന്നൊക്കെ നീ പറഞ്ഞോ, പക്ഷേ നീ ചെയ്യുന്നത് സത്യത്തിനും നീതിക്കും നിരക്കാത്ത കാര്യങ്ങളാണ് പ്രഭാവതി എന്ന് അമ്മ പറയുക. നിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് തന്നവനാ സൂര്യ. നീയായിട്ടുണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ പേരിലാണ് അവനിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്നും അമ്മ മരുമോളോട് പറയുന്നു. ഞാൻ നിന്നോടൊന്ന് ചോദിച്ചോട്ടെ, സ്വത്തുക്കൾ ഷെയർ ചെയ്യാനുള്ള സമയമായിട്ടാണോ നീ അത് പറഞ്ഞത്? എല്ലാ കുറ്റവും എൻ്റെ മേലെ തന്നെ ഇരുന്നോട്ടെ, നിങ്ങളിപ്പം നല്ല പിള്ളയായല്ലോ എന്ന് തള്ളയോട് പറയുമ്പം അജയ് അല്ലാതെ നിൻ്റെ 2 മക്കളും നിനക്കെതിരാണെന്നുള്ള കാര്യം നീ മറന്നു പോകരുതെന്ന കാര്യവും അമ്മ ഓർമ്മപ്പെടുത്തി. അത് നിൻ്റെ കാൽച്ചുവട്ടിൽ മണ്ണൊലിച്ച് പോകുന്നതിന് തുല്യമാണെന്നും അമ്മായിയമ്മ മരുമകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്തായാലും സൂര്യയെ വാർഡിലേക്ക് മാറ്റിയാലുടൻ ഞാൻ അവനെ കാണാൻ പോകുമെന്നും അമ്മ പറഞ്ഞപ്പോൾ പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി നിൽക്കുക കേട്ടോ. നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, അമ്മ മനസാക്ഷിയില്ലാത്തവളാണെന്ന് നിന്റെ മക്കളെ കൊണ്ട് പറയിപ്പിക്കാതിരുന്നാൽ നിനക്ക് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് മുത്തച്ഛി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. മുത്തശ്ശി അതും പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ പ്രഭാവതി അവിടെ നിന്ന് ഇങ്ങനെ ആലോചന തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ജാനകി നേരെ നമ്മുടെ അമലിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഏട്ടത്തിങ്ങ് വന്നോന്ന് ചോദിച്ചപ്പം അമ്പലത്തിൽ പോയി പൊന്നുവിനെ ഇങ്ങോട്ട് തിരിച്ചേൽപ്പിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ലച്ചു വിളിച്ച് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്, പൊന്നു കുറച്ച് നേരത്തേക്ക് എല്ലാവരെയും ഒന്ന് വട്ടം കറക്കി ചെല്ലേന്ന് അമൽ ചോദിച്ചു. അപ്പോൾ അവളെ കണ്ടു കിട്ടിയപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണതെന്ന കാര്യം ജാനകി അമലിനോട് പറയുകയും ചെയ്തു. പിന്നെ അമലിന് ഇവിടുത്തെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണമെന്ന് പറഞ്ഞു കൊടുക്കുക.
പിന്നെ ഇപ്പോൾ വീട്ടുപണി മുഴുവനും ചെയ്യുന്നത് ലച്ചു ആണെന്നും വെറുതെ അവൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അതൊന്നും സാരമില്ലാന്ന് വെക്കാം. മെഡിക്കൽ എൻട്രൻസിൻ്റെ കോച്ചിങ് ക്ലാസ് അല്ലേ, അപ്പോൾ അവൾക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. വീട്ടിലെ പണിയും പഠനവും എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ അവളെ കൊണ്ട് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അവളെയും നമ്മളെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പരീക്ഷണം തന്നെയാണെന്നും ഇതിൽ അവൾ രക്ഷപ്പെടും എനിക്ക് ഉറപ്പാണെന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അതിനെന്താ അവൾ ക്ലാസ്സിന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അമൽ. അപ്പോഴേക്കും അപർണ അങ്ങോട്ടേക്ക് വന്നു. അതിനെന്താ ക്ലാസ്സിന് പോയിക്കോട്ടെ എന്നും പറഞ്ഞു. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ആര് ചെയ്യുന്നും കൂടി രണ്ടുപേരും കൂടി ഒന്ന് തീരുമാനിക്കണമെന്ന് പറഞ്ഞു അപർണ. സഹായിച്ചു കൊടുക്കാമെന്നുള്ളതല്ലാതെ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. അപ്പം നളിനിയേച്ചി ഞാൻ തിരിച്ചു വിളിച്ചതാണെന്നും അവർ വേറെ എവിടെയോ പണിക്ക് കയറിയെന്നുള്ള കാര്യവും നമ്മുടെ ജാനകി അന്നേരം പറഞ്ഞു. പാചകം ചെയ്യാനേ വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട, ഇപ്പം എന്തെങ്കിലും ഉണ്ടാക്കാനാണോ പ്രയാസം? അതൊക്കെ ഓൺലൈനിൽ നോക്കിയാലേ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അമൽ അന്നേരം പറഞ്ഞു. എന്നാലേ അമൽ തന്നെ അത് ഏറ്റെടുത്തോ, എന്നിട്ട് ലച്ചുവിനെ പഠിക്കാനും അയക്കാൻ പറഞ്ഞു. അവൾ MBBS കാരിയാകാനൊക്കെ നിൽക്കുകയല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ലച്ചുവിൻ്റെ പഠിപ്പ് മുടക്കാൻ അപർണ കണ്ടെത്തിയ വഴിയല്ലേ നളിനിയേച്ചിയെ ഒഴിവാക്കിയതെന്ന് ജാനകി ചോദിച്ചപ്പം ലച്ചുവിൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് ഉത്കണ്ഠയുണ്ടെങ്കിലേ ജാനി അടുത്തേക്ക് വീട്ടുകാര്യങ്ങൾ നോക്കി ഇവിടെ നിന്നൂടെ എന്ന് ചോദിച്ചു. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാനും ചെയ്യാം. ഏട്ടത്തി ഹോസ്പിറ്റലിൽ പോയിരുന്നിട്ട് എന്ത് കാര്യമാണ് ഉള്ളതെന്നൊക്കെ ജാനകിയോട് ചോദിക്കുക അപർണ. അത് കേട്ടപ്പോൾ ജാനകി അമലിനെ ഒന്ന് നോക്കി. അപ്പം ലച്ചുവിൻ്റെ പഠിപ്പല്ല കാര്യം, എന്നെ കൊണ്ട് വീട്ടുപണി ചെയ്യിപ്പിക്കുക, ഞാൻ ചെയ്യുന്നതിനുള്ള മറുപറഞ്ഞു പ്രയോഗം, അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏട്ടത്തിയുടെ ബുദ്ധി എന്തായാലും കൊള്ളാവെന്നും പറഞ്ഞു. ജാനകി ഒന്നും മിണ്ടിയില്ല. പക്ഷെ ഞാനെന്താ മണ്ടിയാണെന്നാണോ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് ചോദിച്ചപ്പം നീ അങ്ങനെ കരുതിയാലും എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞു ജാനകി. ഇവിടുത്തെ മുഴുവൻ വീട്ടുപണികളും ലച്ചുവിനെ കൊണ്ട് ഞാൻ എടുപ്പിക്കും. തടയാൻ വരുന്നത് ആരാണെന്ന് ഞാനൊന്ന് കാണട്ടെ. ഈ വീട്ടിൽ അവകാശമുള്ളവർ വന്നാൽ ഞാനത് അംഗീകരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇവള് വലിയ ഡയലോഗുകൾ ഇറക്കുമോ ജാനകിയുടെ മുന്നിൽ. ജാനകി ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോയി. ജാനകി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമല് ഈ വീട്ടിൽ അവകാശമുള്ളവർ തന്നെ എല്ലാം ചെയ്യാൻ പോകുന്നത്, അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്, നീ കണ്ടോളാൻ പറഞ്ഞു. ലച്ചു ഇവിടുന്ന് പഠിക്കാൻ പോകുമെന്നും അമല് അപർണയെ വെല്ലുവിളിക്കാം. അപ്പോൾ ഉറപ്പായും അങ്ങനെ സംഭവിച്ചാൽ അവൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞു ഈ അപർണ. 3 മണിക്കൂർ മുൻപ് അവളെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ നീ അവളെ അവിടെ കൊണ്ടുവിട്ടെന്നായിരിക്കും ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അപർണ ഇങ്ങനെ പറയുക. തീർന്നില്ല ഈ പറഞ്ഞതൊന്നും. ഭാര്യയെ വീട്ടിലിരുത്തി മുറപ്പെണ്ണിനെയും കൊണ്ടുള്ള നിന്റെ കറക്കം അവരും അറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അപർണ തരം താഴ്ന്ന രീതിയിൽ ഇങ്ങനെ പറയുക. ധൈര്യം ഉണ്ടെങ്കിൽ നീ അവളെയും കൊണ്ട് ഇറങ്ങാമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അപർണ അമലിനെ വെല്ലുവിളിക്കുക. അങ്ങനെ അവളെ വെല്ലുവിളിയും കഴിഞ്ഞിട്ട് അവൾ അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഹണിയാട്ടോ. ഹണി ഇങ്ങനെ ഫോൺ എടുത്ത് നമ്മുടെ അജയുടെ നമ്പറിലേക്ക് വിളിക്കുക, അതും റോയിയുടെ നമ്പറിൽ നിന്ന്. അപ്പം നമ്മുടെ നിരഞ്ജനയാണ് ഇത് കാണുന്നത്. നിരഞ്ജന ഇങ്ങനെ ആ കോൾ വന്നെടുത്തപ്പോഴത്തേക്കും ഹലോ എന്നും പറഞ്ഞ് നിരഞ്ജന വെച്ചു. അപ്പോഴേക്കും ഹണി ഒന്ന് ടെൻഷനായി. വീണ്ടും നിരഞ്ജന അവിടെ ഹലോ എന്ന് വെച്ചു. ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അത് പിന്നെ അജയുടെ നമ്പറല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ, ഞാൻ അജയുടെ വൈഫാണ്, നിങ്ങളാരാ പറഞ്ഞോളാൻ പറഞ്ഞു. ഹലോ, നിങ്ങളെന്തൊന്നും മിണ്ടാത്തത്, നിങ്ങൾ ആരാ എന്താന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു നിരഞ്ജന. ആ സമയത്ത് ഹണി ഞാനൊരു ടൂർ പ്രൊമോട്ടർ ആണെന്നും പുതിയൊരു സ്കീമുണ്ട്, പിന്നെ താല്പര്യമുണ്ടോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണെന്നും ഹണി ഇങ്ങനെ പറയുക. അത് കേട്ടപ്പോൾ പക്ഷെ റോയി എന്നാണല്ലോ അജയ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നിങ്ങളൊരു സ്ത്രീയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ പേര് മരിയ എന്നാണെന്നും പറഞ്ഞു ഹണി നോണ പറഞ്ഞു. പിന്നെന്തിനാ നിങ്ങളുടെ പേര് റോയി എന്ന് സേവ് ചെയ്തിരിക്കുന്നത് എന്ന് നിരഞ്ജന ചോദിച്ചു. ഹണിയിട്ട് വട്ടം കറക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് അജയ് നേരിട്ട് അറിയാമല്ലേ, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കില്ലല്ലോ. അപ്പോൾ അറിയാം. അപ്പോൾ അജയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കലായി കിടക്കുന്ന വിവരം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എന്നിട്ടാണോ ഈ സമയത്ത് ടൂർ പാക്കേജിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പം സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഹണി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അവളാൾ മിടുക്കിയാണല്ലോ. നീ വിഷമിക്കുമല്ലോ മോനെ അജയ്, നീ നന്നായി വിഷമിക്കുവാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് ഹണി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ആ സമയത്ത് അജയ് അങ്ങോട്ടേക്ക് വന്നു. അജയ് വന്നു കഴിഞ്ഞപ്പം ഇപ്പം അജയ്യുടെ ഫോണിലേക്ക് റോയി എന്ന് പറയുന്ന ഒരാളുടെ നമ്പറിലേക്ക് മരിയ എന്ന് പേരുള്ള ഒരു ലേഡി വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഉരുകാൻ തുടങ്ങി കേട്ടോ. അവൻ്റെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങളൊക്കെ. നിരഞ്ജന ഇവനാട്ടി മൂടി വീക്ഷിക്കാൻ തുടങ്ങി. ഓ റോയോ, റോയി അതെൻ്റെ ട്രാവൽ ഏജൻസിയിലുള്ളൊരു ഫ്രണ്ടാണ്. വിളിച്ചത് ഓഫീസ് സ്റ്റാഫ് വല്ലതും ആയിരിക്കും. അച്ഛൻ ഹോസ്പിറ്റലിലാണെന്നുള്ള വിവരം ഫ്രണ്ടിനോടൊന്ന് പറയുന്നത് ഏതായാലും നല്ലതായിരിക്കും കേട്ടോ എന്ന് നിരഞ്ജൻ ഇവനോട് പറഞ്ഞു. ഇവൻ നിന്നങ്ങ് കറങ്ങാൻ തുടങ്ങി കേട്ടോ. അല്ലെങ്കിൽ റോയിയുടെ പേരിൽ പല മരിയമാരും ഓഫർ പറഞ്ഞ് ഇനിയും ഇങ്ങോട്ടേക്ക് വിളിക്കുമെന്ന് പറഞ്ഞു. അജയുടെ കയ്യിൽ നിന്ന് പോയി നിൽക്കുക. അജയ് കള്ളനാണെന്ന് നമ്മുടെ നിരഞ്ജനയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. നിരഞ്ജൻ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി
എൻ്റെ ഈശ്വര, അവൾക്ക് വിളിക്കാൻ കൊണ്ടൊരു സമയമൊന്നും പറഞ്ഞുകൊണ്ട് അജയ് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ പൊന്നു അവിടെ ഇരുന്ന് ഇങ്ങനെ ചിത്രം വരയ്ക്കുമ്പോൾ പൊന്നുവിൻ്റെ അടുത്തേക്ക് വരുന്നു മുത്തച്ചി എന്ന് പറയണം മുതൽ. എന്നിട്ട് ഈ കൊച്ച് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കും, ഇതെന്നാ ചെയ്യണം, എന്നാ വരയ്ക്കുന്നതെന്നൊക്കെ. എന്നിട്ട് മനസ്സിലിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ തള്ള. അപ്പോഴേക്കും പൊന്നു ഇങ്ങനെ ഈ മുത്തശ്ശിയെ കണ്ടു. കൊച്ചു പേടിയോടുകൂടി തള്ളയെ നോക്കുക. അപ്പോൾ ഇങ്ങനെ കണ്ടതും കൊച്ചു പേടിച്ചു പോയി. അപ്പോഴത്തേക്കും പേടിച്ച് വിറച്ച് പാവം അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ, നീ അവിടെ നിന്നേ, എനിക്കേ മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശി പൊന്നുവിനോട്. ആരോടും പറയാതെ നീ എവിടേക്കാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ കൊച്ചൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. നിന്നെ വഴക്ക് പറയാൻ വേണ്ടി ചോദിച്ചതൊന്നും അല്ല കേട്ടോ, നിന്നെ അമ്പലത്തിൽ വെച്ചാൽ കണ്ടു കിട്ടിയതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നേരാണോ? നീ നിൻ്റെ അച്ഛനെയും അമ്മയെയും അന്വേഷിച്ച് പോയതല്ലേ? നീ വഴിതെറ്റിയല്ലേ അമ്പലത്തിൽ ചെന്ന് കയറിയത്? അതല്ലേ സത്യം എന്നൊക്കെ മുത്തശ്ശി ചോദിക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കിയത്? കൊച്ചുമോൾ അച്ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയതാണെന്ന്. അത് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ പച്ച കള്ളമാണെന്ന്. കൊച്ചൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എട്ടും പൊട്ടും തിരിയാത്തൊരു കൊച്ചിനെ വെച്ചിട്ടാ സേവ പിടിക്കാൻ കഥകളുണ്ടാക്കി ചമയ്ക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് മുത്തച്ഛി ഇങ്ങനെ നിന്ന് അതിനെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ, അതാ സത്യമെന്ന് നമ്മുടെ കൊച്ചു പറഞ്ഞു. ഇവിടെ നിന്ന് ദൈവത്തിന് കൊടുക്കാനേ പൂക്കളും കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. അതിന് അമ്പലത്തിൽ പോകാനുള്ള വഴി നിനക്കറിയായിരുന്നു എന്ന് മുത്തശ്ശി ചോദിച്ചു. ജാനകിയുടെ മോളല്ലേ നീ, ഇതല്ല ഇതിനപ്പുറം നീ പറയും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ എന്തിനാ മുത്തശ്ശിയോട് കള്ളം പറയുന്നതെന്ന് പൊന്നു അന്നേരം ചോദിച്ചു. മുത്തശ്ശി ഇങ്ങനെ നിന്ന് കേൾക്കുക കേട്ടോ. അച്ചാച്ചൻ്റെ അസുഖമേ പെട്ടെന്ന് സുഖാക്കാൻ വേണ്ടിയിട്ട് ദേവിയോട് പ്രാർത്ഥിച്ചാൽ മതിയെന്നേ പൊന്നുവിനോട് പറഞ്ഞു തന്നതേ ലച്ചു ചെറുമിയാണെന്നുള്ള കാര്യം ഇങ്ങനെ പറയാം. തള്ള ഇതൊക്കെ കേട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. പൊന്നു അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയിട്ടുള്ളതല്ലേ, അപ്പോൾ പൊന്നുവിന് വഴി അറിയാലോ, അങ്ങനെ പോയതാ. അച്ചാച്ചൻ്റെ അസുഖം വേഗം സുഖമാകണേന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചെന്ന കാര്യം പൊന്നു പറയുന്നു. തിരുമേനിക്ക് പൊന്നുവിനെ അറിയാവല്ലോ, തിരുമേനി അച്ചാച്ചന് വേണ്ടിയിട്ടേ പൂജയൊക്കെ ചെയ്തെന്നുള്ള കാര്യവും പൊന്നു പറയാം. തള്ള ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കുഞ്ഞിനെ. അപ്പോൾ വലിയൊരു പൂജയാണ് തിരുമേനി ചെയ്തത്. പൊന്നുവിനെ പായസവും ചന്ദനവും ഒക്കെ തന്നെന്നും പറഞ്ഞു. അച്ചാച്ചന് ചന്ദനം തൊട്ട് കൊടുത്താലേ അസുഖം മാറുമെന്ന് തിരുമേനി പറഞ്ഞു എന്ന കാര്യവും കുഞ്ഞിങ്ങനെ പുള്ളിക്കാരിയോട് പറയാം. ഇതൊക്കെ കേട്ട് ആ കുഞ്ഞു മനസ്സിൻ്റെ നന്മയൊക്കെ കണ്ടും കേട്ടും നാടൻ കേട്ട് മുത്തച്ഛി അവിടെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയും അവസാനിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.